ഹേ ഗായ്സ്, അടുത്ത വെറുപ്പിക്കൽ മിനി വ്ലോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അടുത്ത ഞെട്ടിപ്പിക്കുന്ന മിനി വ്ലോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഞാൻ ഞെട്ടിപ്പിക്കുമെന്ന്. അതെ, അണ്ണൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. നമ്മളെ ഫാമിലി ഉള്ളത് എവിടെയാണെന്ന് അറിയാലോ, മൂന്നാർ. അങ്ങനെ തണുപ്പ് അന്വേഷിച്ച് നമ്മുടെ മൂന്നാറിന്റെ ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ യാത്രയായി. മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല, ഇല്ല, ഉണ്ട് എന്ന് പറയുന്ന മട്ടിലായിരുന്നു. പോണ വഴിക്ക് ഒരു ഡാമിലൊക്കെ ഇറങ്ങി നമ്മൾ നൈസായിട്ട് സീനൊക്കെ പിടിച്ച്, മീൻസ് അവിടുത്തെ രസകരമായിട്ടുള്ള കാഴ്ചകളുടെ സീനൊക്കെ പിടിച്ച് രസമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ ഫ്രഞ്ച് അടിക്കുന്ന രീതിയിൽ നമ്മൾ എത്താറായി. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ എവിടെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങടേക്കാ പോകുന്നത്? ചാൻഡീസ് വിൻഡി വുഡ്സിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ചത് ചാൻഡീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്കായിരുന്നു. ചാൻഡീസ് ഡ്രിസിൽ ഡ്രോപ്സ്. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. മുറ്റം കണ്ടപ്പോഴേ നമ്മൾ ഫ്ലാറ്റ് ആയി. അങ്ങനെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു. ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാറിൽ ടോപ്പ് സ്റ്റേഷനിൽ നമ്മുടെ ചാൻഡീസ് ഡ്രിസിൽ ഡ്രോപ്പിൽ നിങ്ങൾ തങ്ങിയിരിക്കണം. കാരണം മറക്കില്ല നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും. അമ്മാതിരി സ്റ്റേ ആയിരിക്കും ഇവിടെ. ആകെ 12 റൂമേ ഉള്ളൂ. അതിലൊരു റൂം നമ്മളങ്ങ് കീച്ചി. റൂമിലേക്ക് കയറി പോകുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടില്ലേ? അതുപോലെ തന്നെ റൂമിന്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ കണ്ടില്ലേ? പിന്നെ നമ്മുടെ ബാത്റൂം, എന്റെ പൊന്നെ, ജക്കൂസിയൊക്കെ അവിടെ തിളങ്ങി കിടക്കുകയാണ്. പിന്നെ നമ്മുടെ റൂമിൽ നിന്നും വെളിയിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വിഷ്വൽ ഉണ്ട്. എന്റെ പൊന്നെ, വലതും ഇടതും വലിയ മലകൾ, അതിന്റെ നേരെ ഉദിച്ചു പൊങ്ങിയിരിക്കുന്ന മറ്റൊരു മല. എന്തൊക്കെയാണല്ലേ ഈ ദൈവത്തിന്റെ ഒക്കെ ഓരോ സൃഷ്ടികൾ. പിന്നെ വൈകിട്ട് നമ്മൾ ജസ്റ്റ് റൂമിന്റെ വെളിയിലേക്കൊക്കെ ഇറങ്ങി മൊത്തത്തിൽ റിസോർട്ട് ഒന്ന് കാണാന്ന് വിചാരിച്ചു. കണ്ടിട്ടും കൊതി തീരുന്നില്ല. അമ്മാതിരി കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ടില്ലേ? പൂന്തോട്ടവും അതുപോലെ തന്നെ ഗുഹയ്ക്കുള്ളിൽ കൂടെയുള്ള യാത്രയും പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലവും സൂപ്പർ. അതൊക്കെ കഴിഞ്ഞ് ചെറുവിക്ലി ആഗ്രഹം സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോളെ എന്നാ രസമാ. എന്റെ പൊന്നെ, ഇൻഫിനിറ്റി പൂളെ. ഈ പൂള് കണ്ടപ്പോഴേ ഒരു ആഗ്രഹം, കുളിക്കണമെന്ന്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് അങ്ങും ഇങ്ങും എത്തപ്പെടാത്ത ഒരു കോട്ടും എടുത്തിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തൊങ്ങ് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഐസ് ക്യൂബ്സ് ആയിട്ട് മാറി ഞാൻ. അത്ര തണുപ്പാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഷെഫ് ജോജിയുടെ സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നിരവധി ഐറ്റംസ് ആണ് നമ്മുടെ മുന്നിൽ ട്രെയിൻ പോലെ വന്ന് ഇറങ്ങിയത്. വെൽക്കം ഡ്രിങ്ക്, മട്ടൺ സൂപ്പ്, കരിമീൻ പൊള്ളിച്ചത്, മീനിന്റെ വേറൊരു സ്പെഷ്യൽ ഡിഷ്, ബീഫ്, ഗീ റൈസ്, അങ്ങനെ എല്ലാം നമ്മൾ മിണുങ്ങി ടേസ്റ്റി, ഒന്നും പറയില്ല. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റു. അങ്ങനെ നിരന്നിരിക്കുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ. അങ്ങനെ ആ ബൊഫെ ഒക്കെ എൻജോയ് ചെയ്ത് അവിടുത്തെ നേച്ചറിന്റെ ബ്യൂട്ടി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരത്ത് ഭയങ്കര വിഷമമുണ്ട്, കാരണം പോവാനേ തോന്നുന്നില്ല. നമ്മുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ ടോപ്പ് ലക്ഷറി റിസോർട്ട് ആയിട്ടുള്ള നമ്മുടെ ചാൻഡീസ് ഡ്രിസിൽ ഡ്രോപ്സിൽ നിങ്ങൾ തങ്ങിയിരിക്കണം. അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അപ്പൊ അടുത്ത മിനി വ്ലോഗുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. മച്ചാൻ വ്ലോഗ് സൈനിങ് ഓഫ്.